ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ പുഴമുടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടോ. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, ചെറിയൊരു ഗ്രാമമാണ്. പണി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ഗ്രാമം കേട്ടോ. അപ്പോൾ അത് കാണാൻ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് കണ്ടില്ല, ചെറിയൊരു നടവഴി ഉണ്ട് കേട്ടോ, ഒരു തോട്ടത്തിൻ്റെ നടുവ് കൂടെ. ഇതിലൂടെ പോയിട്ട് വേണം അവർ ഗ്രാമത്തിലേക്ക് എത്താൻ. കുറേ ദൂരം നടന്ന് ഒരു ജംഗ്ഷനിലെത്തിട്ടോ. രണ്ട് വഴിയുണ്ട്, ഒന്നങ്ങോട്ടൊരു വയലിലേക്കുള്ള വഴിയുണ്ട്, അതേപോലെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ശരിക്കും അറിയില്ല. നമ്മളെന്തായാലും ലെഫ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേ പോയേക്കാം, അവിടേക്ക് എത്തുമായിരിക്കും. വഴി മാറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചപ്പുറത്ത് കൂടെ തന്നെ പോയാൽ മതിയല്ലോ. അതേപോലെ കുട്ടുണ്ടെന്ന് കൂടെ മുമ്പിൽ നടക്കുന്നുണ്ട്. നല്ല വഴിയാട്ടോ, ഇവർ നടന്നിട്ടേ ഈ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഗ്രാമത്തിലെ മേലൊക്കെ കയറിപ്പോകാൻ ഇങ്ങനൊരു വഴിയാണ് കേട്ടോ. അതായത് മലയൊക്കെ ഭയങ്കര റിസ്ക്കാണ്, വഴുക്കി വീകാനും ഒക്കെ ചാൻസ് ഉള്ളൊരു വഴിയാട്ടോ. ചിരലിട്ടാ കേട്ടോ, ഇവിടെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മൊത്തം ചിരലിട്ടതാണ്. ഇതാണ് കേട്ടോ വഴി. ചേട്ടായിയെ, നിങ്ങളെ വീടേതാ? ഷെഡ്. ആ ചേട്ടായി, ഇതിപ്പോൾ ചേട്ടായിക്ക് പാസ്സായതാണോ ഈ തറ? നിങ്ങൾക്ക് വീട് പാസ്സായതാ? എത്ര കുറേ ഇങ്ങനെ ആക്കി കിട്ടിയിട്ട്? കുറേ ആയി, 10. ആ അപ്പോൾ ചേട്ടായി തയ്ക്കൂലേ ചേട്ടായി? കൊണ്ടുവരണം. ആ അപ്പോൾ അതാണെങ്കിലോ ഒരാൾക്ക് ഏറ്റാണെങ്കിൽ 1000 ഉറുപ്പ്യ 800 ഉറുപ്പ്യ കൂലി കൊടുക്കണം അല്ലേ? പിന്നെ അത് കഴിച്ച് ഞങ്ങൾ എന്ത് കെട്ടാൻ, ഒന്നും കെട്ടാൻ പറ്റൂല. അത് ഓഫീസർമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ എന്താ സംഭവിച്ചാൽ ചേട്ടായിക്ക് വീട് പാസ്സായി, തറയും കെട്ടി, ബാക്കി ഒരു പണി ഇവിടെ നടന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കാൻ കഴിയൂല അല്ലേ? അതാണ് ഞങ്ങൾ അതിനെ കൊണ്ട് കട്ടിറക്കിട്ടിട്ട് മണ്ണായി കിടക്കാം. അവിടെ അല്ലേ? അപ്പൊ ഇവിടെ പൈസ വേണ്ടേ? പൈസ അല്ല. അതാണ്. അപ്പോൾ ഒന്നാമത് പൈസ അല്ല, പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടിയാണ്. അപ്പോൾ ഇവിടെ വീട് നിർമ്മിക്കൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചേട്ടാ അതിൻ്റെ ഇപ്പോൾ നിലവിലെ അവസ്ഥ ചേട്ടാ ഷെഡിലാണ്. ഇവർ ചേട്ടേ നമുക്ക് നോക്കാം. ഈ കാണുന്ന ഷെഡിലാണ് ഇപ്പോൾ ആണല്ലേ? ഇവിടെയൊക്കെയാണ് തീയിട്ട്, ഇവിടെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചേട്ടാ അതിൻ്റെ ഷെഡ് കാണാം കേട്ടോ. ആണല്ലേ? എത്ര വർഷമായി ഇത് പാച്ചായി തേയിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് അത് ഇങ്ങോട്ട് തിരിച്ചയച്ചേ ആണ്. നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലേ? അപേക്ഷ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവർക്ക്. കാരണം വെച്ചാൽ എന്താ പറയുക, ഇവരെ പറഞ്ഞിട്ട് കാലട്ടോ. കാരണം ഇവിടെ ചെയ്യാൻ കഴിയൂല. കാരണം വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, വരുന്ന വഴി കണ്ടില്ലേ, അങ്ങനെ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിലേക്ക് നമുക്ക് നടന്നു തന്നെ എത്താൻ പറ്റുന്നില്ല. പിന്നെ അങ്ങോട്ട് സാധനങ്ങൾ കൂടി കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഇവരെ അടുക്കള കണ്ടില്ല, മനസ്സിലാവില്ല അല്ലേ? മനസ്സിലാവില്ല. അപ്പോൾ ചേട്ടായിന്റെ അടുക്കള ഞാൻ കാണിച്ചതാ. ഇതാട്ടോ ആ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കൂല. കണ്ടില്ല, ഇതാട്ടോ അടുക്കള. ചെറിയൊരു അടുക്കള എന്ന് പറയാനൊന്നുമില്ല, ചെറിയ മരക്കൊമ്പുകളും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ചെറിയൊരു അടുക്കളയാണ് ചേട്ടായിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അടുക്കളയിലൊക്കെ ഒന്ന് കയറിയോ കേട്ടോ. ആണല്ലേ? ഇതാട്ടോ അവിടെ ഇരിക്കാനുള്ള കട്ടിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ടോ, നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. മുഴുവൻ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് മറിച്ചിട്ടുള്ളത്. ആണല്ലേ? അപ്പോൾ ചേട്ടാ ഇപ്പോൾ എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട്? അല്ല, എത്ര പേര് താമസിക്കുന്നുണ്ട് ഇവിടെ? ഇപ്പോൾ ഇവരെ വീട് കേട്ടോ. നമുക്കിനി വീട് കാണാം. പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി ചേട്ടാ അതിൻ്റെ പണിക്ക് പോയി. ചേട്ടായി ഒറ്റയ്ക്കേ ഉള്ളൂ? ചേട്ടായിക്ക് പണിയില്ല? അപ്പോൾ കുട്ടികളവിടെ പോയി ഒക്കെ പഠിക്കാൻ പോയി. അപ്പോൾ ആണല്ലേ? ചേട്ടൻ്റെ വൈഫ് പണിക്ക് പോയി, മക്കളൊക്കെ ഹോസ്റ്റലിലാണ്. അപ്പോൾ വീടിനുള്ളിൽ കയറിയോ കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് അറിയണമല്ലോ ചേട്ടാ എങ്ങനെയാണ് താമസിക്കുന്നതെന്ന്. കണ്ടില്ലേ? അതാ കിടക്കുന്നേ. ആര്? ചേട്ടായി. അടിപൊളി ഒരു റൂം കേട്ടോ. റൂം കണ്ടില്ലേ? ഇത് ഉണ്ടാക്കിയാണ്ടല്ലേ? മരം കൊണ്ട് ചെറിയൊരു ക്യാബിൻ, അതായത് വളരെ ചെറുതാട്ടോ. നല്ല അടിപൊളിയാണ് ഇതിൽ നിൽക്കാൻ. ഇവിടെ പായൊക്കെ വിരിച്ചിട്ടുണ്ട്, അതേപോലെ മേലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ചെയ്ത് നമ്മളെ തുണിയൊക്കെ വിരിച്ചിട്ടാണ് സീലിംഗ് ഇട്ടിട്ടുള്ളത്. പുതപ്പൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ, നല്ല അടിപൊളിയാണ്. ചേട്ടായി ഒന്ന് കയറി കാണിച്ചു ഒന്ന് നോക്കട്ടെ. കയറിയാലും നമുക്ക് മനസ്സിലാവട്ടോ ഈ റൂം എങ്ങനെയാണ് എന്നുള്ളത്. കിടക്കുന്നേ ചേട്ടായി കിടക്കുന്ന സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടോ രാത്രി? കറണ്ട് ഉണ്ട്. ചേട്ടാൻ്റെ റൂമല്ല കേട്ടോ, എന്താ പറയുക, ടെൻ്റൊക്കെ അടിക്കില്ല നമ്മള്. അതിന്റെ അടിഭാഗം കണ്ടില്ല, മരമൊക്കെ വെച്ചിട്ട് അടിക്കണേ. പക്ഷെ ഇത് അടിപൊളിയായിട്ടോ നിങ്ങൾ ഉണ്ടാക്കിയത്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി. അപ്പൊ മഴ പെയ്താലൊന്നും ഇതിനുള്ളിൽ വെള്ളമൊന്നും ആവില്ല അല്ലേ? ഒന്നും ആവില്ല.
അത് കുട്ടികളും പെണ്ണുങ്ങളൊക്കെ കിടക്കുന്നതാണ്. പുതപ്പൊക്കെ ഉണ്ട്, പുതപ്പൊക്കെ ഉണ്ടല്ലേ, നല്ല പുതപ്പുണ്ട്. അതേപോലെ ഇതെന്താടായി അതൊക്കെ ഞാൻ പേഴ്സ് മുറുക്കാന്. ചേട്ടായിന്റെ മുറുക്കാനൊക്കെ ഇടുന്ന സാധനമാണ്. പാളയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള. വലിപ്പം എന്ന് പറയാന് 6 അടി നീളവും 4 അടി വീതി അത്രേ ഉണ്ടാവുള്ളൂ. വീടിനോട് ചേർന്നിട്ട് ചെറിയൊരു ടെന്റ് ചേട്ടായി ഉണ്ടാക്കിയതാട്ടോ. ഇവിടെയാണ് മൂപ്പര് ഉറങ്ങുന്നത്. അടി കണ്ടില്ല, നല്ല കവുങ്ങിന്റെ പീസൊക്കെ കൊടുത്തിട്ട് നല്ല ചെറിയൊരു ടെന്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മള് ചേട്ടായിന്റെ മെയിൻ വീടിന്റെ ഉള്ളിലേക്കാ കേട്ടോ കയറുന്നത്. കട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പണിയിലല്ലേ. അപ്പൊ കവുങ്ങും കൊണ്ടാണ് ഉണ്ടാക്കണേ. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ കടക്കാൻ വേണ്ടി കട്ടിലുണ്ടാക്കുന്നുണ്ട്. അതിന്റെ പണിയിലാട്ടോ. ഇതിന്റെ കാലൊക്കെ അതെ അതെ. ഇവിടെ ഇതിന്റെ കട്ടിലിന്റെ കാലുണ്ടാക്കിയത് കാപ്പിയാണ്. അതേപോലെ ഇത് മുളയാട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇത് പിന്നെ കാലുണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ എവിടെ ഉണ്ടല്ലോ കട്ടില്. ഇത് മറ്റേ സാധാ കട്ടില്. ഇത് നമ്മുടെ സാധാ കട്ടിൽ തന്നെയാണ്. അപ്പൊ ഇത്രയാണ് ഇപ്പൊ ചേട്ടായിന്റെ വീട്. മരം കൊണ്ട് ഞാൻ അടിച്ചുണ്ടാക്കിയത്. നിങ്ങളെന്നാ ഉണ്ടാക്കിയാ? ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ചേട്ടായി മരത്തിന്റെ പലകൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി. കാലൊക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താഴെ നല്ല മണ്ണാണ് അല്ലേ, നല്ല മണ്ണാണ്. പിന്നെ അതേപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിലത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. മേലെ മുഴുവൻ വെള്ളം സാരികളില്ലേ, പഴയ സാരികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സീലിങ്ങിന്റെ മേലെ. ചേട്ടായി കൂടെ കറണ്ട്, ഇതിനുള്ളിൽ കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ടല്ലേ. കറണ്ട് ഉണ്ട് കേട്ടോ. അന്നെ വലിയ കേട്ടല്ലോ. കറണ്ടും കൂടി ഇല്ലെങ്കിൽ ഇവിടെ ഇരുട്ടത്തിരുന്ന് തീർന്നു പോയാനെ. കിട്ടിയതാല്ലേ. അതേപോലെ വാതില് ചേട്ടായിന്റെ വാതിലാരുണ്ടാക്കി? നിങ്ങളെന്നെ ഉണ്ടാക്കി? അത് ചേട്ടായിനെ ഉണ്ടാക്കിയ വാതിലോട്ടോ. മറ്റേ മുള വെച്ചിട്ട് മുളഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. നമ്മൾ ചേട്ടായി കടന്ന റൂം കണ്ടില്ല, അത് ഇതാട്ടോ. ഈ സാധനമാണ് വളരെ ചെറിയ. ഇതാണ് ചേട്ടായിൻ്റെ റൂം. ദഹയിലാണ് കിടക്കുന്നത്. പിന്നെ പെണ്ണുങ്ങളും മക്കളൊക്കെ ഉള്ളിൽ കിടക്കും. അതേപോലെ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം കേട്ടോ. അത് ചെറിയ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി ഇത് പോടുന്ന ഈ വെള്ളം വരുന്നത് കുടിവെള്ളം ഇതിപ്പോൾ എവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്ക്? കുളത്തുനിന്ന്. കുളത്തത്തെ വെള്ളം കുടിക്കുന്നേ? കുളത്തുനിന്ന്. ചേട്ടാ ഉണ്ടാക്കിയ കുളത്തുനിന്നാണ് ഇവരൊക്കെ വെള്ളം കുടിക്കുന്നത്? ഞാനല്ല, അവിടെ പൊതുവെ ഒരു കുളം ഉണ്ട്. അത് കുറെ പോകണം, അങ്ങോട്ട് പോകണം. ഞങ്ങൾ പൈപ്പ് ഇട്ടതാ. നമുക്ക് കുളം കാണാം. ഇവരെ കുടിവെള്ളം എടുക്കുന്നത് ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന കേട്ടോ. അതിങ്ങനെ കണ്ടില്ലേ പൈപ്പിൽ വന്ന് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ മേലത്തൊക്കെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാട്ടോ വെള്ളം എടുത്ത് പോകുന്നത് അല്ലേ. ഇതിവിടെ ഇങ്ങനെ ഈ പൈപ്പ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വിട്ടിട്ട് നേരെ വരെ കുളത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫുൾ ടൈമിൽ വെള്ളം വന്ന് വെക്കും അല്ലേ? ഫുൾ ടൈമിൽ നല്ല വെള്ളം വന്ന് വെക്കുന്നുണ്ട്. നല്ല വെള്ളം കേട്ടോ, നല്ല ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ ഇവർ കുടിക്കാനും പിന്നെ അതേപോലെ ബാക്കി പാത്രം കഴുകാനുള്ള ആവശ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. ഇത് ഇവിടുത്തെ ബാത്റൂം അല്ലെ കുളി റൂമാട്ടോ. കുളിക്കാനൊന്നും ഇവിടെ വേറെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവരെന്നെ ചെറിയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണല്ലേ. അതാണ് ഇവിടുത്തെ അവസ്ഥ. കക്കൂസ് വരെ അല്ല. അപ്പോൾ അതാട്ടോ ചേട്ടാ ഈ കറക്റ്റ് നമുക്ക് പറഞ്ഞു തന്നെ ആണല്ലേ. കുടിവെള്ളം എടുക്കുന്ന കുളമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതേപോലെ അതിൻ്റെ ചേട്ടായിൻ്റെ അയൽവാസിൻ്റെ വീടാണിത്. ചേട്ടാ ഇത് എന്തിൻ്റെ കുള? ചേട്ടായി കുളം ഉണ്ടാക്കുന്ന ആളാട്ടോ. ചേട്ടായി എവിടെ എന്ത് കണ്ടാലും അപ്പുറം കുളം ഉണ്ടാക്കും. ഇവിടെ കണ്ടില്ല അടിപൊളിയായിട്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ ഇവിടുത്തെ വെള്ളം അല്ലേ. അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാം അല്ലേ. പിന്നെ അതേപോലെ ഇവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ കിടക്കണമെങ്കിൽ കിടക്കല്ലേ ചേട്ടായി. അങ്ങനെ ചേട്ടാ ഇവിടെ ഒരു പഴയ വീടുണ്ട്. ഇതും മുഴുവൻ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ വാർപ്പ് കഴിഞ്ഞിട്ടില്ല, ബാക്കി കിടക്കാല്ലേ. വീടിന്റെ പണി പകുതി ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ആടുംകൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതാണ് ഇവിടുത്തെ കിണർ അല്ല, കിണറല്ല ചേട്ടായിന്റെ കുളം ആണല്ലേ. ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇതപ്പോ കൊറേ ചേട്ടാ ഇവിടെ കുഴിച്ചിട്ട് ആണല്ലേ. ഇതിപ്പോ എന്തിനാ ഈ വെള്ളം? കുളിക്കാനും പാത്രം കഴുകാനും അലക്കാനൊക്കെ എടുക്കുന്നല്ലേ. അപ്പോൾ കുളിക്കാനും അതേപോലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എടുക്കുന്ന ഇതിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പറ്റൂല, വേനൽക്കാലായാലും വെള്ളം ഉണ്ടാവൂലേ. അപ്പൊ നല്ല മഴക്കാലായി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം വന്നു പോകൂലേ ഇങ്ങോട്ട്. ഇവിടെ ഇതാ പഴയൊരു വീടിന്റെ തറയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പിന്നെ നടന്നില്ലല്ലേ പണി.
ഇതൊക്കെ നശിച്ചു പോയിട്ടോ. ഒരു വീടിൻ്റെ അടുത്ത തറയാണിത്. ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എന്താട്ടോ നമ്മൾ ഒരു ചേച്ചീൻ്റെ വീടും കൂടി ഉണ്ട് കേട്ടോ. ചേച്ചീൻ്റെ വീടാല്ലേ? ചേച്ചി എത്ര പേരുണ്ട് ഇവിടെ വീട്ടിൽ? ആ മക്കളും കെട്ടിയല്ല? ഇല്ല. അപ്പൊ എത്ര പേരുണ്ട് ചേച്ചി ഇവിടെ? എത്ര പേരുണ്ട് മൊത്തം ഇവിടെ താമസിക്കുന്നത്? ഇവിടെ 3 മക്കളും ആ ചേച്ചി. ആ ആണല്ലേ. അപ്പൊ ഇവരെ വീടും ഷെഡ് തന്നെ കേട്ടോ. പഴയൊരു ഷെഡാണ്. ആ ഇത് ചേച്ചി നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ തറല്ലേ, ഇത് ചേച്ചിക്ക് വേണ്ടി കെട്ടിയതാണ്. പക്ഷെ അതൊക്കെ നശിച്ചു പോയില്ലേ ചേച്ചി? പിന്നെ ഇപ്പോൾ പുതിയ വീടിന് എന്തെങ്കിലും പറഞ്ഞോ? അവർ വന്നിട്ട് തരാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്സായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ലല്ലേ? അത്രയും ചെറിയൊരു ഷെഡില് ആക്കാനാ. പണ്ടത്തെ പൈസ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇവർക്ക് ചെറിയ എമൗണ്ടാണ് കൊടുക്കാന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വീട് വെക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ കെട്ടാനില്ലേ നടക്കൂല. ആ മിനിമം ഒരു 10എങ്കിലും ആണല്ലേ. മിനിമം ഒരു 10എങ്കിലും കിട്ടിയാലേ ഇവിടെ വീട് വെക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. കാരണം അത്രയും. ആ ചേച്ചി അപ്പം നിങ്ങൾ അടുക്കളയൊക്കെ ഇതാണ് ഇവിടെയാണ്? ചേച്ചിൻ്റെ അടുക്കളയും കൂടി നമുക്കൊന്ന് കാണണം. കാരണം വെച്ചാൽ വളരെ ചെറിയൊരു തല മുട്ടൂല്ലേ? ചെറുതാട്ടോ, വളരെ ചെറുതാണ്. നമുക്കിങ്ങനെ കുനിഞ്ഞിട്ടൊക്കെ വേണം അവർ അടുക്കളയിൽ കയറി പോകാൻ. ഇതാണ് കേട്ടോ ഓരോ വീടിനോട് ചേർന്നിട്ട് ചേച്ചി ഉണ്ടാക്കിയ അടുക്കളയാണിത്. അത് ഇപ്പുറം സൈഡിലാണ് അവരെ വീട് വരുന്നത്. അതായത് കിടക്കുന്നൊക്കെ സ്ഥലം കേട്ടോ. പിന്നെ വാതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തകരത്തിൻ്റെ ആണല്ലേ? ചേട്ടായി ഉണ്ടാക്കി കൊടുക്കണാണ്. ചേട്ടായൊക്കെ സഹായിച്ചു കൊടുത്ത് ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ അടുപ്പ്. അപ്പോൾ അടുപ്പിൻ്റെ പണി ഇന്നെന്തോ നടന്നിരിക്കണം. എന്നൊന്നല്ലോ ഇവിടെ ചെറിയ പൊട്ടി പോയിട്ടേ ആ മണ്ണ് വെച്ചിട്ട് അടുപ്പൊക്കെ തേച്ചിട്ടുണ്ട്. ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് അടുക്കള, ചെറിയൊരു അടുക്കള. മുഴുവൻ പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. നിന്നിട്ടുണ്ടെങ്കിൽ തല ഇതിൻ്റെ മേലെ മുട്ടുട്ടോ. അത്രയേ ഉള്ളൂ. ഇരിക്കാൻ വേണ്ടി ചെറിയൊരു ചെയറും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള, ഒരാൾക്ക് എണീറ്റ് നിൽക്കാനുള്ള വലുപ്പം ഈ അടുക്കളയ്ക്കില്ല. അത്രയേ ഉള്ളൂ. അത്രയും ചെറിയൊരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ജീവിച്ചിട്ടും ഇതുവരെ ഇവിടുത്തെ അധികാരികൾ ഇതൊന്ന് നന്നാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് പുതിയൊരു വീട് കൊടുക്കാനോ ഒന്നും ഇതുവരെ പറ്റിയില്ല കേട്ടോ. കാരണം അങ്ങനെ ഇത്രയും ചെറിയ വീടൊക്കെ വളരെ റെയറായിട്ടേ ഇവിടെയൊക്കെ ഉള്ളൂ. അതുപോലും കൊടുത്തില്ല. പിന്നെ ഇവിടെ കണ്ടില്ലേ ചേച്ചി പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൊള്ളി കുത്തിയിട്ട് അതിൻ്റെ മേലെയാണ് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ഒരു വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട് കണ്ടപ്പോൾ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയൊരു വീടാണ്. ഈ വീട്ടിലായി ചേച്ചിയൊക്കെ താമസിക്കുന്നത്. ഇതാരുടെ ചേച്ചി വീട്? ഇതാരുടെ വീട്? രാധാമണി ആണല്ലേ. ചേച്ചീൻ്റെ വീട് അപ്പോൾ ഏതാ? ഇത്. അപ്പോൾ ഈ വീടാണിത്. ഈ ചേച്ചീൻ്റെ വീടാണ് ഇത്. ഇതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ? ഇത് കെട്ടിയിട്ട് എത്രയായി? കുറേ വർഷമായി അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കാം. തേപ്പൊന്നും കഴിഞ്ഞില്ലല്ലേ? രാധാമണി ചേച്ചീൻ്റെ വീട് തൊട്ടപ്പുറത്തൊന്നുണ്ട്. ആദ്യം ഞാനത് കാണിച്ചു കേട്ടോ. ഇതാണ് രാധാമണി ചേച്ചീൻ്റെ വീട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മുഴുവൻ നശിച്ച് നാശമായി പോയിട്ടുണ്ട്. താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് രാധാമണി ചേച്ചി ഇപ്പുറത്തെ വീട്ടിലേക്ക് താമസം മാറിയതാണ് അല്ലേ? നിങ്ങൾ എത്ര പേര് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഈ വീട്ടിലേക്ക്? 5 ആള്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും നിങ്ങളും ഒക്കെ ഒരുമിച്ച് ഈ വീട്ടിലാണ് നിൽക്കുന്നത്? അവർ പോയി. അപ്പോൾ ഇവിടെ ആദ്യം ആൾക്കാർ പോയി. അപ്പോൾ അതിൻ്റെ ശേഷം ചേച്ചി ഇങ്ങോട്ട് താമസം മാറിയതല്ലേ? അത് ഇവിടെയാണ് ഭക്ഷണമൊക്കെ വെക്കൽ നിങ്ങൾ? അല്ല, ഇവിടെ ഒരു അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ചേച്ചി അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെഴുകിയൊക്കെ സെറ്റാക്കിയിട്ട്. കിഡ്സ് ഉണ്ട് ഇവിടെ. ഇതാ ഒരാളിവിടെ ഒരാളവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി അപ്പോൾ താഴെ പാത്രം കഴുകാൻ പോയതായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം കിട്ടൂലല്ലേ? വെള്ളം കിട്ടും. കുടിവെള്ളത്തിനൊക്കെ അപ്പോൾ നിങ്ങൾ താഴെ പോയാ ഏറ്റി കൊണ്ടുവരും. അപ്പോൾ കുടിവെള്ള പ്രശ്നമുണ്ട്. കറണ്ട് ഉണ്ടല്ലേ ചേച്ചി ഇവിടെ? കറണ്ട് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ആണ് ഏറ്റവും ഇടങ്ങേറല്ലേ? കാരണം വെച്ചാൽ ഇവിടുത്തെ വഴി കണ്ടില്ലേ? ഇങ്ങോട്ട് കയറി വരാനുള്ള വഴിയും അതേപോലെ ഒന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും ഫുള്ള് മറ്റേ വയൽ പോലത്തെ ഏരിയയിലൊക്കെ മാറ്റുന്നത്. ഇവിടുന്ന് മാറ്റിപ്പോയാൽ ഫുള്ള് ചളിയാവും അല്ലേ? അപ്പോൾ കുട്ടികളൊക്കെ ഇവിടുന്ന് സ്കൂളിൽ പോകുമ്പോഴേ റോട്ടിൽ പോയിട്ടാണ് മാറ്റുന്നത് പറയണേ. പോവും. അല്ലെങ്കിൽ ഇവിടെ നടത്തുമ്പോഴത്തേന് ഫുള്ള് ചളിയാവും അല്ലേ? അപ്പോൾ അത്രയും ഭയങ്കര ഇടങ്ങാറാണ് അവിടെ ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ. പറഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറല്ലേ? ഈ വീടൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പം ഇനി താമസിക്കാൻ പറ്റും തോന്നുന്നില്ല. അവിടെ കണ്ടില്ലേ മുഴുവൻ പൊളിഞ്ഞു പോയതാണ്. വഴിയാണോ എന്തോ? ഇനിയിപ്പോൾ വേറെ കുറച്ച് വീടുകളുണ്ട്. കുറേ വീടുകളിലൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടത്.
വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് മഴവെള്ളം പിടിക്കാൻ വേണ്ടി കെട്ടിയതാട്ടത് ഈ സാധനമൊക്കെ. ഇവിടെ മഴക്കാലമായതും കൊണ്ട് മുഴുവൻ സീനാണ്. മഴ പെയ്തിട്ട് എല്ലാ വീടിൻ്റെ മുന്നും ചളി, നല്ല ചളിയാട്ടോ. നല്ല മഴ പെയ്തിട്ട് ഒക്കെ കുറച്ച് പഴക്കമുള്ള വീടുകൾ തന്നെയാണ് മുഴുവൻ. ചേട്ടാ എൻ്റെ വീട് ഇതാ? എൻ്റെ വീട് അത് ഇത് പെണ്ണുങ്ങളെ വീട് ആണല്ലേ? ആ, അച്ഛനൊറ്റയ്ക്കുള്ള ഈ വീട്ടിൽ? ഇല്ല, അമ്മയും കുട്ടികളെല്ലാവരും ഉണ്ട്. ഉണ്ട്. അവിടെയാണോ അതോ ഇതിലാണോ താമസിക്കല്? അതിലല്ലേ? ചേട്ടാ ഇതിപ്പോൾ പഴയ ഇവിടെ ഇരിക്കണ്ട കേട്ടോ. ഇത് ചിലപ്പോൾ കുറേ ആയി. ഇത് നല്ല പഴക്കം കേട്ടോ. അത് പൊളിഞ്ഞു വീഴാനായ അവസ്ഥയിലുള്ള വീടാണ്. ഇവിടെ കറണ്ടൊക്കെ ഉണ്ടോ നിങ്ങൾ ഗ്രാമത്തിൽ? ഇതിലില്ല. അപ്പം ഞാനിപ്പോൾ നമ്മൾ വരുന്ന വഴിയേ ഈ പിന്നെ ഇത്രയും നേരം നമ്മൾ വന്നാൽ ചെറിയ ചളി നിറഞ്ഞ വഴി കൂടെ തന്നെയാണ് അങ്ങ് വരെ റോഡ് വരെ ഉള്ളത്. ഇവിടുന്ന് സൂക്കേട് വന്നാലും കൂടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോണം. അല്ലാതെ വണ്ടി വരാൻ ഒരു വഴിയില്ലല്ലേ? ആണല്ലേ? അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി വരില്ല. കുറേ ദൂരം വാഴക്കൂടിയും തോട്ടത്തിൽ കൂടെ കയറി നടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ അങ്ങ് ആയിക്കോട്ടെ തന്നെ പോവാം. അതിലല്ല, ഇതിലിങ്ങനെ കൊണ്ടുപോയി അവിടെ വിടും. അവിടുന്ന് പിന്നെ ഒരു പോകും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു സ്കൂൾ ഉണ്ടല്ലോ താഴെ, അത് തുറക്കല്ല? ആ സ്കൂൾ തുറക്കല്ല? ഇല്ല. ഇതല്ലേ? ഇതില്ലേ? ഇത് തുറക്കല്ല. അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അതാ ഇവിടെ നേരത്തെ ആയതുകൊണ്ട് അംഗനവാടി കേട്ടോ. ഇതാണ് അംഗനവാടി. അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ അവിടെ വിടും രാവിലെ. അപ്പോൾ അവരൊക്കെ പോയി പഠിച്ച് അങ്ങനെ സെറ്റായിട്ട് വരും കേട്ടോ. ചേട്ടാ ഇതിപ്പോൾ എവിടുന്നാ വെള്ളം വരുന്നത്? ഇപ്പോൾ കിണറിന് വരാം, പൈപ്പ് ഇട്ടതാ? ഇവിടെ താട്ടെ ഇവർ വെള്ളം പിടിച്ചേക്കുന്നത് ഈ പൈപ്പിലാണ്. കിണറിന് മോട്ടർ ഇട്ടിട്ട് വെള്ളം അടിക്കുന്ന കേട്ടോ. അപ്പോൾ അത് നിറഞ്ഞ് ഫുള്ളായിട്ട് പോകുന്നുണ്ട്. പണിയില്ലേ ചേച്ചി ഇവിടെ? നിങ്ങളാരും പണിക്ക് നോക്കുന്നുണ്ടോ? തൊഴിലുറപ്പല്ലേ? തൊഴിലുറപ്പിന് പോകുന്നവരൊക്കെ. അപ്പോൾ ഇന്ന് ലീവാ? ഇന്ന് കുറച്ച് പേര് ലീവാക്കി ആണല്ലേ? പോയി. ഇവിടെ ചെറിയ ചേച്ചീൻ്റെ മോനെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവനെന്തോ ആലോചിച്ചിരിക്കുകയാണ് ഇവിടെ. മഴ പെയ്ത് നമ്മൾ കുറച്ച് നേരം ഇവിടെ കുടുങ്ങിയിട്ടേ ഗ്രാമത്തിൽ. അപ്പോൾ ഇപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ല വഴുക്കാട്ടോ. ഒരു കാല് വെക്കൽ അങ്ങോട്ടും അതിൻ്റെ വഴിക്ക് അങ്ങ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവിടുന്ന് പോകാൻ. പിന്നെയും മേലോട്ടൊക്കെ വീടുകളുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. മഴ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പോയ ആ സ്ഥലങ്ങളൊക്കെ അതാണ് കേട്ടോ. ഒക്കെ മഴ പെയ്ത് ഇങ്ങനെ സീനായി കിടക്കുന്നുണ്ട്. ഫുള്ള് വെള്ളമാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് കേട്ടോ.